റാങ്കുകളെടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്. നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. HSA മലയാളവുമായി ബന്ധപ്പെട്ട പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്ന് നമ്മൾ ചില ആവർത്തന ചോദ്യങ്ങളെയാണ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആവർത്തന ചോദ്യങ്ങളെ പരിചയപ്പെടുന്നതിനോടൊപ്പം ചില അനുബന്ധ വിവരങ്ങളെ കൂടി നമ്മൾ പരിചയപ്പെടും. അതിനായി നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള മേഖല അല്ലെങ്കിൽ ഏരിയ പ്രാചീന ചമ്പുക്കളാണ്. അല്ലെ, മണിപ്രവാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാഹിത്യ രൂപങ്ങളിൽ നിന്ന് രൂപപരമായ സവിശേഷതകളാൽ വ്യതിരിക്തമായ ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് പ്രാചീന ചമ്പുക്കൾ അല്ലെങ്കിൽ ചമ്പുക്കൾ. അല്ലെ, ഗദ്യ പദ്യ മിശ്രമായ രചനാ രീതിയാണ് അവയുടേത് എന്ന് നമുക്കറിയാം. അല്ലെ, ആരാണ് അങ്ങനെ പറഞ്ഞത്? ആചാര്യ ദണ്ഡിയാണ് പറഞ്ഞത്. ഗദ്യ പദ്യ മിശ്രമായ രചനാ രീതിയാണ് ചമ്പു എന്ന് നിർവചിച്ചത് ആചാര്യ ദണ്ഡിയാണ്. ഇനി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ചമ്പുക്കളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സംസ്കൃത ചമ്പു അമോഘരാഘവമാണ് എന്ന് നമുക്കറിയാം. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് പ്രാചീന ചമ്പുക്കൾ എന്ന് മനസ്സിലാക്കി പോരുന്ന ഉണ്ണിയച്ചി ചരിതവും ഉണ്ണി ചിരുദേവി ചരിതവും ഉണ്ണി ആടി ചരിതവും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ ചമ്പുക്കളെ നമ്മൾ എങ്ങനെ തിരിക്കുന്നുണ്ട്? മൂന്നായി തിരിച്ചാണ് മനസ്സിലാക്കാറുള്ളത്. അല്ലെ, പ്രാചീന ചമ്പുക്കൾ എന്ന് തിരിക്കാറുണ്ട്, മധ്യകാല ചമ്പുക്കൾ എന്ന് തിരിക്കാറുണ്ട്, ആധുനിക ചമ്പുക്കൾ എന്നും തിരിക്കാറുണ്ട്. പ്രാചീന ചമ്പുക്കൾ എന്ന് തിരിച്ചു മനസ്സിലാക്കുന്ന ചമ്പുകൃതികൾ ഏതൊക്കെയാണ്? അത് ഉണ്ണിയച്ചി ചരിതവും ഉണ്ണി ചിരുദേവി ചരിതവും ഉണ്ണി ആടി ചരിതവുമാണ്. അത് നമുക്കറിയാം. പൊതുവിൽ മലയാളവുമായി ബന്ധപ്പെട്ട എല്ലാ മത്സര പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണ് ഇത്, ഈ പ്രാചീന ചമ്പുക്കൾ. ഇനി മധ്യകാല ചമ്പുക്കൾ എന്ന് നമ്മൾ ഏതൊക്കെയാണ് വിളിക്കാറുള്ളത്? ഇവയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പുനം നമ്പൂതിരിയുടെയും മഴമംഗലത്തിന്റെയും ഒക്കെ ചമ്പുകൃതികളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? മധ്യകാല ചമ്പുക്കൾ എന്ന് വിളിക്കാറുള്ളത്. അതിനും ശേഷം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഉള്ളൂരിന്റെയും ഗ്രാമത്തിൽ രാമവർമ്മ കോയിത്തമ്പുരാന്റെയും മുതലായവരുടെ ചമ്പുകൃതികളെയാണ് നമ്മൾ ആധുനിക ചമ്പുക്കൾ എന്നും വിളിക്കാറുള്ളത്. അങ്ങനെ മൂന്ന് വിഭാഗമായി പെടുത്തിയാണ് അല്ലെങ്കിൽ മൂന്ന് തരത്തിലാണ് നമ്മൾ ചമ്പുകൃതികളെ മനസ്സിലാക്കാറുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് പ്രാചീന ചമ്പുക്കളുടേത്. അല്ലെ, അപ്പോ പ്രാചീന ചമ്പുക്കളുടെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത പുരാണേതരമായ പ്രതിപാദ്യങ്ങളാണ് അവയുടേത് എന്നുള്ളതാണ്. ഇപ്പോ മധ്യകാല ചമ്പുക്കളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് രാമായണവും ഭാരതവും ഒക്കെ അതിനകത്തുള്ള പ്രമേയങ്ങളും പ്രതിപാദ്യങ്ങളുമായിട്ട് കടന്നു വരുന്നുണ്ട്. എന്നാൽ പ്രാചീന ചമ്പുക്കളുടെ സവിശേഷത എന്താണ്? അവ വർണ്ണനാ പ്രധാനങ്ങളായിരുന്നു, സവിശേഷിച്ചും സ്ത്രീ വർണ്ണനാ പ്രധാനങ്ങളായിട്ടുള്ള ചമ്പുകൃതികളായിരുന്നു. അത് തന്നെയാണ് പ്രാചീന ചമ്പുക്കളുടെ ഏറ്റവും വലിയ സവിശേഷതയും. മാത്രവുമല്ല, അക്കാലഘട്ടത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ചമ്പുകൃതികൾ. അതുകൊണ്ട് തന്നെ ഭാഷാ സാഹിത്യം പഠിക്കുന്നവർക്ക് എന്ത് പറ്റില്ല? ഈ ചമ്പുകൃതികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനം സാധ്യമല്ല. അല്ലെ, നമ്മളിപ്പോ ചില പ്രമേയങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ ചമ്പുകൃതികൾക്ക് നിന്ന് കണ്ടെടുക്കാറുണ്ട്. അനാർച്ചിറ അങ്ങാടിയെ പറ്റിയുള്ള പരാമർശം, ഹോയ്സല രാജ്യ തലസ്ഥാനമായ ദോരസമുദ്രത്തെ കുറിച്ചുള്ള പരാമർശം, ആനയച്ച് എന്ന ചോള നാണയത്തെ കുറിച്ചുള്ള പരാമർശം എന്നിങ്ങനെ പല ചരിത്ര വസ്തുതകളും നമ്മൾ പ്രാചീന ചമ്പുകൃതികൾക്കകത്ത് നിന്ന് കണ്ടെടുക്കാറുണ്ട്. ഇത് ഭാഷയുടെ ചരിത്രത്തെയും ദേശത്തിന്റെ ചരിത്രത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാചീന ചമ്പുക്കളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനം സാധ്യമല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്കൊക്കെ പോവാം. അല്ലെ, അതിനു മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഏതൊക്കെ തരത്തിലാണ് പ്രാചീന ചമ്പുക്കൾ എന്ന ഭാഗത്ത് നിന്ന് പൊതുവിൽ ചോദ്യങ്ങൾ വരാറുള്ളത്? ഒന്ന് എങ്ങനെയാണ്? വരികൾ തന്നതിന് ശേഷം ഏത് കൃതിയിലേതാണ് വരി എന്ന് ചോദിക്കാറുണ്ട്. അല്ലെ, വരമല്ലികാധവള എന്ന് തുടങ്ങുന്ന വരികൾ ഏത് ചമ്പു കൃതിയിലേതാണ്? അതൊരു പ്രീവിയസ് ചോദ്യമാണ്, ഒരു തവണയല്ല ചോദിച്ചിട്ടുള്ളത്. അല്ലെ, അത് ഏത് ചമ്പു കൃതിയിലേതാണ് എന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനയച്ച് എന്ന ചോള നാണയത്തെ കുറിച്ച് പരാമർശമുള്ള പ്രാചീന ചമ്പു ഏത്? അല്ലെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയും ചമ്പുവിനെ മുൻനിർത്തി ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഭാഷാ പണ്ഡിതന്മാർ ആരാണ് കണ്ടെടുത്ത് പ്രസാധനം ചെയ്തത്, പ്രസിദ്ധീകരിച്ചത്? അല്ലെ, ആരാണ് വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുള്ളത്? ഇന്ന അഭിപ്രായം പറഞ്ഞത് ആരാണ്? അല്ലെ, ഞാൻ അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ പറ്റുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. എന്താണ് ചോദ്യം?
മനോഹരമായ വർണ്ണനകൾ തൂക്കിയിടാനുള്ള അയക്കോൽ മാത്രമാണ് ചമ്പുവിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞതാര്? അല്ലെ? ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. ഇനി നമുക്ക് പോവാം അല്ലെ, നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾ കാണുന്നു. 13ാം ശതകത്തിൽ നടപ്പിലായിരുന്ന ആനയച്ച് എന്ന ചോള നാണയത്തെ കുറിച്ച് പരാമർശമുള്ള പ്രാചീന ചമ്പു ഏത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഉണ്ണി ചിരുദേവി ചരിതമാണോ, ഉണ്ണി അച്ചി ചരിതമാണോ, ഉണ്ണി ആടി ചരിതമാണോ, രാമായണം ചമ്പുവാണോ? രാമായണം ചമ്പു അല്ല എന്ന് നമുക്കറിയാം അല്ലെ, കാരണം 3 പ്രാചീന ചമ്പുക്കളെ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? പെട്ടെന്ന് ഓർത്തോളൂ. എന്താണ് ഉത്തരം? ഉണ്ണി അച്ചി ചരിതം അല്ലെ. എങ്ങനെയാ ഉണ്ണി അച്ചി ചരിതത്തിൽ അതിനെ കുറിച്ച് പരാമർശിക്കുന്നത്? ചോനക കുതിര ചോണാട്ടു വിറ്റാൽ നമുക്ക് ആനയച്ചുടനി 2000 കിട്ടും, എന്റെ ആന വിറ്റാലും 8000 കിട്ടലാം. ഇത് എവിടത്തെ പരാമർശമാണ്? ഉണ്ണി അച്ചി ചരിതത്തിലെ പരാമർശമാണ്. അപ്പോ 13ാം ശതകത്തിൽ നടപ്പിലായിരുന്ന ആനയച്ച് എന്ന ചോള നാണയത്തെ കുറിച്ച് പരാമർശമുള്ള പ്രാചീന ചമ്പു ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉണ്ണി അച്ചി ചരിതമാണ്. ചിലപ്പോ ഈ വരി തന്നിട്ട് തന്നെ നമ്മളോട് ചോദിക്കും ഇത് ഏത് കൃതിയിലേതാണ് അല്ലെ? പറയാൻ കഴിയുമല്ലോ, തീർച്ചയായിട്ടും പറയാൻ കഴിയും അല്ലെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് അടുത്ത ചോദ്യം. ഹോയ്സല രാജ്യത്തിന്റെ തലസ്ഥാനമായ ദോരസമുദ്രത്തിന്റെ വർണ്ണനയുള്ള ചമ്പൂകാവ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഹോയ്സല രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോരസമുദ്രത്തിന്റെ വർണ്ണനയുള്ള ചമ്പൂകാവ്യം ഏതാണ്? ഉണ്ണി അച്ചിയാണോ, ഉണ്ണി ചിരുദേവിയാണോ, ഉണ്ണി ആടിയാണോ, നൈഷധം ചമ്പുവാണോ? ഏതാണ്? സംശയമൊന്നും വേണ്ട, അതിന് ഉത്തരവും എന്താണ്? ഉണ്ണി അച്ചി ചരിതം എന്ന് തന്നെയാണ്. അപ്പോ 2 ചോദ്യങ്ങളാണ് കണ്ടതില്ലേ. ഒന്ന് ആനയച്ച്, 2 ഹോയ്സല രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോരസമുദ്രം. ഇത് രണ്ടും എവിടെയാണ്? ഉണ്ണി അച്ചി ചരിതത്തിലാണുള്ളത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കൊല്ല വിഭൂതിം കൊല്ലും വിഭവ 100 മടങ്ങു കൊടുങ്ങല്ലൂരിലും ഏറെ വിളങ്ങിന പങ്ങുപയാത കുണവായി കുണമഭി കുണബന്ധതീ. ഏത് കൃതിയിലെ വരികൾ എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഇവിടെ എന്തൊക്കെ പരാമർശങ്ങൾ കാണുന്നുണ്ട്? വളരെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള പരാമർശങ്ങളാണ്. എന്തൊക്കെയാ? കൊല്ലം, കൊടുങ്ങല്ലൂര്. കണ്ടോ, കൊല്ലത്തെക്കുറിച്ചും കൊടുങ്ങല്ലൂരിനെ കുറിച്ചൊക്കെ ഉള്ള പരാമർശം കടന്നു വരുന്നു. അത് ഏത് ചമ്പുവിലാണ് എന്നതാണ് ചോദ്യം. ഏതിലാ? സംശയമൊന്നും വേണ്ട, അത് നമ്മുടെ ഉണ്ണി അച്ചി ചരിതം തന്നെയാണ്. ഉണ്ണി അച്ചി ചരിതത്തിൽ തന്നെയാണ് കൊല്ലത്തെക്കുറിച്ചും കൊടുങ്ങല്ലൂരിനെ കുറിച്ചൊക്കെ ഉള്ള ഈ പരാമർശവും കടന്നു വരുന്നത്. അപ്പൊ ഈ തരത്തിലൊക്കെയാണ് നമ്മളോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെ. ഇത് നോക്കൂ, ഇനി ഉണ്ണി അച്ചി ചരിതത്തെ നമുക്കൊന്ന് സാമാന്യമായിട്ട് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആര് കണ്ടെടുത്തു പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അത് പ്രീവിയസ് ചോദ്യമാണ്. ആരാണ്? കേരള സർവകലാശാലയുടെ ഹസ്തലിഖിത ഗ്രന്ഥശേഖരത്തിൽ നിന്നും കണ്ടെടുത്ത് പ്രസാധകക്കുറിപ്പോടെ ഭാഷാപ്രബന്ധം എന്ന പേരിൽ PK നാരായണപിള്ള 1949 പ്രസിദ്ധീകരിച്ചു ഉണ്ണി അച്ചി ചരിതത്തെ അല്ലെ. പ്രാചീന ചമ്പുക്കളിൽ ആദ്യത്തേത് എന്ന് കരുതി പോരുന്ന ചമ്പുകൃതിയാണ് ഉണ്ണി അച്ചി ചരിതം. ആര് പ്രസിദ്ധീകരിച്ചു? PK നാരായണപിള്ള പ്രസിദ്ധീകരിച്ചു. ഏത് പേരിൽ പ്രസിദ്ധീകരിച്ചു? ഭാഷാപ്രബന്ധം എന്ന പേരിൽ 1949 പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ഇനി ഇതിന്റെ കർത്താവിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം തേവൻ ചിരികുമാരൻ അല്ലെ. ഇത് രചിച്ചതാര് എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് തേവൻ ചിരികുമാച്ചുന്ന ചമ്പുമുറ്റവുമാതരാൽ എന്ന് ഉണ്ണി അച്ചി ചരിതത്തിനകത്ത് തന്നെ കാണുന്നത് കൊണ്ട് ഒരു തേവൻ ചിരികുമാരനാകാം ഉണ്ണി അച്ചി ചരിതത്തിന്റെ രചയിതാവ് എന്ന് കരുതപ്പെട്ടു പോരുന്നു. ഓക്കെ, ഇനി ധാരാളം പരാമർശങ്ങൾ ഈ ഉണ്ണി അച്ചി ചരിതത്തിനകത്ത് കടന്നു വരുന്നുണ്ട്. അത് പറയുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. 30 ഗദ്യങ്ങൾ അല്ലെ, 30 ഗദ്യങ്ങൾ, 30 എന്ന് എഴുതാം. 30 ഗദ്യങ്ങളുണ്ട് എവിടെ? ഉണ്ണി അച്ചി ചരിതത്തിൽ. 27 പദ്യങ്ങൾ, 30 ഗദ്യങ്ങളും 27 പദ്യങ്ങളുമാണ് ഉണ്ണി അച്ചി ചരിതത്തിലുള്ളത്. അതുകൂടി ഓർത്തുകൊണ്ട് മറ്റു പരാമർശങ്ങൾ നോക്കൂ. മലയാളർ എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ട ചമ്പുവാണിത്. മലയാളർ എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ചമ്പുകൃതി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ഉണ്ണി അച്ചി ചരിതമാണ്. തീരുന്നില്ല. വളയപട്ടണത്തെക്കുറിച്ചും വള്ളുവ നഗരിയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ, വളയപട്ടണത്തെക്കുറിച്ചും
വള്ളുവ നഗരിയെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ എവിടെയുണ്ട്? ഉണ്ണി എച്ച് ചരിതത്തിലുണ്ട്. തീരുന്നില്ല. തിരുമരുതൂർ ക്ഷേത്രത്തെ പരാമർശിക്കുന്നുണ്ട്. തിരുമരുതൂർ ക്ഷേത്രത്തെ പരാമർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്? ഒരു ഫലശ്രുതിയോടുകൂടിയാണ്. ആ ഫലശ്രുതി ഇങ്ങനെയാണ്: ചിരമവതു പഴഞ്ചേരി ചേർന്ന അമ്മ നമ്മൈ, അല്ലെ, പഴഞ്ചേരി അമ്മ നമ്മെ രക്ഷിക്കട്ടെ എന്ന ഫലശ്രുതിയോടുകൂടിയാണ് ഉണ്ണി എച്ച് ചരിതം അവസാനിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. മലയാളത്തെ കുറിച്ചുള്ള പരാമർശം, വളയപട്ടണത്തെക്കുറിച്ചും വള്ളുവ നഗരിയെക്കുറിച്ചുമുള്ള പരാമർശം, തിരുമരുതൂർ ക്ഷേത്രത്തെ കുറിച്ചുള്ള പരാമർശം, പിന്നെ എന്തിങ്ങനെയാണ് ഫലശ്രുതി? പഴഞ്ചേരി അമ്മ നമ്മളെ രക്ഷിക്കട്ടെ എന്ന ഫലശ്രുതിയോടുകൂടിയാണ് ഉണ്ണി എച്ച് ചരിതം അവസാനിക്കുന്നത്. പിന്നെ സ്ഥിരം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്, കണ്ടോ? ഈ വരികൾ: വരമല്ലികാധവള വരി നെല്ലിളകളമ അരിനെല്ല മാവള്ളവും തരും അല്ലർ കെട്ടവർകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികൾ. ഇത് ഉണ്ണി എച്ച് ചരിതത്തിലെ വരികളാണ്. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം എന്താണ്? ചോകിരം ഗ്രാമക്കാരും പന്നിയൂർ ഗ്രാമക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുന്ന ചമ്പു ഏത് എന്നുള്ളതാണ് ചോദ്യം. ചോകിരം ഗ്രാമക്കാരും പന്നിയൂർ ഗ്രാമക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുന്ന ചമ്പു ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണി എച്ച് ചരിതമാണോ, ഉണ്ണി ചിരുദേവി ചരിതമാണോ, ഉണ്ണി ആടി ചരിതമാണോ, രാമായണം ചമ്പുവാണോ? അല്ലെ, പലർക്കും അറിയുന്ന ചോദ്യം തന്നെ ആയിരിക്കും. ഏതാണ്? ഉണ്ണി ചിരുദേവി ചരിതത്തിലേതാണ്. ചോകിരം ഗ്രാമക്കാരും പന്നിയൂർ ഗ്രാമക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുന്ന ചമ്പുകൃതി ഉണ്ണി ചിരുദേവി ചരിതാണ്. പലർക്കും മാറിപ്പോവാറുണ്ട്. ഉണ്ണി അച്ചിയും ഉണ്ണി ചിരുദേവിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാറുണ്ട്. മറയഞ്ചേരി കേരള വിശ്രാമറവാച എന്ന പ്രയോഗം ഏത് കൃതിയിലേത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അടുത്ത ചോദ്യം: മറയഞ്ചേരി കേരള വിശ്രാമറവാച എന്ന പ്രയോഗം ഏത് കൃതിയിലേത് എന്നുള്ളതാണ്. ഉണ്ണി അച്ചിയിലേതാണോ, ഉണ്ണി ചിരുദേവിയിലേതാണോ, ഉണ്ണി ആടിയിലേതാണോ, രാമായണം ചമ്പുവിലേതാണോ? ഏതിലേതാണ്? സംശയമൊന്നും വേണ്ട, ഉണ്ണി ചിരുദേവിയിലേതാണ്. മറയഞ്ചേരി കേരള വിശ്രാമറവാച എന്ന പ്രയോഗം ഗ്രന്ഥാവസാനത്തിലെ ഒരു പ്രയോഗമാണിത്. ഈ പ്രയോഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് മറയഞ്ചേരി നമ്പൂതിരിമാരിൽ ആരെങ്കിലും ആകാം ഉണ്ണി ചിരുദേവി ചരിതത്തിന്റെ കർത്താവ് എന്ന് PV കൃഷ്ണൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ മറയഞ്ചേരി കേരള വിശ്രാമറവാച എന്ന ഉണ്ണി ചിരുദേവി ചരിതത്തിലെ പ്രതിപാദ്യം അല്ലെങ്കിൽ പ്രയോഗം എടുത്തു കാണിച്ചുകൊണ്ട് PV കൃഷ്ണൻ നായർ എന്ത് പറയുന്നുണ്ട്? മറയഞ്ചേരി നമ്പൂതിരിമാരിൽ ആരോ ഒരാളാണ് ഉണ്ണി ചിരുദേവി ചരിതത്തിന്റെ കർത്താവ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഗദ്യം ഖദ്യോതകൽപ്പം ഗളിത രുചി തുടങ്ങിന്റെ നക്കേ നമോസ്തു എന്ന് കാവ്യ ആരംഭത്തിൽ പറയുന്ന ചമ്പു ഏത് എന്നുള്ളത് സ്ഥിരം ചോദ്യമായിരുന്നു, അല്ലെ? ഗദ്യം ഖദ്യോതകൽപ്പം ഗളിത രുചി തുടങ്ങിന്റെ നക്കേ നമോസ്തു എന്ന് കാവ്യ ആരംഭത്തിൽ പറയുന്ന ചമ്പു ഏതാണ്? അതും നമുക്ക് സംശയമൊന്നും വേണ്ട, അതും നമ്മുടെ ഉണ്ണി ചിരുദേവി ചരിതം തന്നെയാണ്. ഉണ്ണി ചിരുദേവി ചരിതം തന്നെയാണ്. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്, മറന്നു പോകരുത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്നുതിരുമക്കൊടികളും ചുഴലവും കമുകിനൈ തഴുകുമക്കൊടികളും കൊടി നനയിപ്പാൻ വരും മൃദു നടുക്കൊടികളും മഹിതകർമ്മങ്ങളിൽ പരികളൻ മടികളും ഏത് കൃതിയിലെ വരികളാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, നമ്മള് ചോകിരം പൊയിലം ഗ്രാമത്തിന്റെ കഥയൊക്കെ പറഞ്ഞു, അല്ലെ? ചോകിരം പൊയിലം ഗ്രാമത്തിന്റെ ഒക്കെ കഥ പറഞ്ഞു. അപ്പൊ അതിലെ പൊയിലം വർണ്ണനയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെ? ഉണ്ണി ചിരുദേവി ചരിതത്തിലെ പൊയിലം വർണ്ണനയാണ്, പൊയിലം ഗ്രാമവർണ്ണനയാണ് നമ്മൾ ഈ വരികളിൽ കാണുന്നത്. ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്. അപ്പൊ ഉണ്ണി ചിരുദേവി ചരിതത്തിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കാറുള്ള മറ്റൊരു വരി നമ്മൾ ഈ കാണുന്ന വരികളാണ്. പുതുമലർ കാവിൽ വന്നെഴുമിളം കൊടികളും എന്ന വരികൾ. ഓക്കെ, അത് നിർബന്ധമായും ഓർത്തു വെക്കുമല്ലോ. അപ്പോ ഉണ്ണി ചിരുദേവി ചരിതത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം, അല്ലെ? ഒന്ന്, ഉണ്ണി ചിരുദേവിയാണ് നായിക എന്നുള്ള കാര്യമാണ്. അവളുടെ അമ്മ ആരാണ്? രായരം പിള്ള എന്ന നർത്തകിയാണ്. രായരം പിള്ള എന്ന നർത്തകിയുടെ പുത്രിയാണ് ഉണ്ണിച്ചിരുദേവി. അവളാണ് ഉണ്ണിച്ചിരുദേവി ചരിതത്തിലെ നായിക. അവളിൽ അനുരക്തനായ ദേവേന്ദ്രൻ, അല്ലെ? ദേവേന്ദ്രൻ ഭൂമിയിലേക്ക് വരുന്നു. കാഴ്ചകൾ കണ്ട് അവളുടെ ഗൃഹത്തിലെത്തുന്നു.
കാഴ്ചകൾ കണ്ട് അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇതാണ് ഉണ്ണി ചിരുദേവി ചരിതത്തിലെ പ്രതിപാദ്യം. ഉണ്ണി അച്ചി ചരിതത്തിലായിരുന്നെങ്കിൽ ഗന്ധർവനാണ്. ഉണ്ണി ചിരുദേവി ചരിതത്തിൽ ദേവേന്ദ്രനാണ്. ഉണ്ണി ആടി ചരിതത്തിലേക്ക് വരുമ്പോ അത് ചന്ദ്രനായി മാറുന്നുണ്ട്. മൂന്നിലും 3 പേരാണ് നായികയുടെ സൗന്ദര്യത്തിൽ അനുരക്തരായി നായികയെ അന്വേഷിക്കുന്നത്, അല്ലെ? അപ്പൊ നോക്കൂ, മറ്റൊരു പ്രധാന പരാമർശം തോട്ടുവായ്പള്ളിയെ പറ്റിയുള്ള പരാമർശം അതെവിടെയാണ്? ഉണ്ണി ചിരുദേവി ചരിതത്തിലാണ്. അനാർച്ചിറ അങ്ങാടിയെ കുറിച്ചുള്ള പരാമർശം അതും എവിടെയാണ്? ഉണ്ണി ചിരുദേവി ചരിതത്തിലാണ്. അനാർച്ചിറ അങ്ങാടിയെ കുറിച്ചുള്ള പരാമർശവും ഉണ്ണി ചിരുദേവി ചരിതത്തിലാണ്. ഇനി പണം, തിരമം എന്നീ നാണയങ്ങളെ കുറിച്ചും വീശം, കാണി, മാവ്, കൈ, പലം, ശലാക തുടങ്ങിയ വിവിധങ്ങളായ അളവുകളെ കുറിച്ചും ആര് എവിടെ വിവരിക്കുന്നുണ്ട്? ഉണ്ണി ചിരുദേവി ചരിതത്തിൽ വിവരിക്കുന്നുണ്ട്. പണം, തിരമം എന്നീ നാണയങ്ങളെ കുറിച്ചും വീശം, കാണി, മാവ്, കൈ, പലം, ശലാക തുടങ്ങിയ അളവുകളെ കുറിച്ചും വിവരിക്കുന്നുണ്ട് ഉണ്ണി ചിരുദേവി ചരിതത്തിൽ. ഇനി നോക്കൂ, ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. കിളിപ്പാട്ട്, അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ വൃത്തം ഇവയെക്കുറിച്ചൊക്കെയും സൂചനയുള്ള ഈ കാവ്യരൂപങ്ങളെ കുറിച്ചൊക്കെയും സൂചനയുള്ള ചമ്പൂകാവ്യം. സ്ഥിരം ചോദിച്ചിരുന്നു സന്ദേശപ്പാട്ടിനെ കുറിച്ചും ഗാഥയെക്കുറിച്ചും കുയിൽ വൃത്തത്തെക്കുറിച്ചും അമ്മാനപ്പാട്ടിനെ കുറിച്ചും ഒക്കെയുള്ള സൂചനയുള്ള ചമ്പൂകാവ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്ത് തന്നെയാണ്? ഉണ്ണി ചിരുദേവി ചരിതം എന്ന് തന്നെയാണ്. ഇനി ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കാണുന്നത്. സംസ്കൃതമാകിന ചെങ്ങഴി നീരും നറ്റമിഴാകിന പിച്ചകമലരും എന്ന ഭാഗം. ഈ ഭാഗം എവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്? ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ലീലാതിലകത്തിന് മുൻപാണ് ഉണ്ണി ചിരുദേവി ചരിതത്തിന്റെ രചന എന്നുള്ളതാണ്, അല്ലെ? 14ാം ശതകത്തിലാണ് ലീലാതിലകം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിനു മുൻപുള്ള കാലയളവിലാണ് ഈ പറയുന്ന ചമ്പൂകൃതി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സംസ്കൃതമാകിന ചെങ്ങഴി നീരും നറ്റമിഴാകിന പിച്ചകമലരും എന്ന ഭാഗം ലീലാതിലകത്തിൽ ഉദ്ധരിച്ചു ചേർത്തിട്ടുള്ള ഭാഗം നമുക്ക് എവിടെ കാണാം? നമ്മുടെ ഉണ്ണി ചിരുദേവി ചരിതത്തിനകത്ത് കാണാം. ഓക്കെ, അത് നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം കേട്ടോ. ശരി, പിന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉണ്ണിയാടി ചരിതവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളോട് ചോദിക്കുന്നു, ഉണ്ണിയാടി ചരിതത്തെ സാഹിത്യ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആരാണ്? ആറ്റൂരാണോ? പി.കെ. നാരായണപിള്ളയാണോ? വെളുത്താട്ട് കേശവനാണോ? ഗുണ്ടർട്ടാണോ? ആരാണ് ഉണ്ണിയാടി ചരിതത്തെ സാഹിത്യ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു സംശയവും വേണ്ട, പി.കെ. നാരായണപിള്ളയാണ് കേട്ടോ. പി.കെ. നാരായണപിള്ളയാണ് ഉണ്ണിയാടി ചരിതത്തെ സാഹിത്യ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, സംശയിക്കേണ്ട. ഇനി നോക്കൂ, ഉണ്ണിയാടി ചരിതത്തിലെ വളരെ വിഖ്യാതമായിട്ടുള്ളൊരു വർണ്ണനയാണ്, അല്ലെ? ആ വർണ്ണന എന്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ പെരുമ്പടപ്പ് സ്വരൂപത്തെയും മഹോദയപുരത്തെയും കേരളത്തെയും മറ്റം പ്രദേശത്തെയും ഒക്കെ ഉണ്ണിയാടി ചരിതത്തിനകത്ത് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഈ വരികൾ ഏത് പ്രദേശത്തിന്റെ വർണ്ണനയാണ് എന്നുള്ളതാണ് ചോദ്യം. വായിക്കൂ. മലനാടതിലേറ്റവും മനോജ്ഞം മലർമാതിന്നൊരു കേളി നൃത്തരംഗം മലയാദ്രിയിൽ നിന്റെ മല്ലി മലരിൽ ചെന്നുടലിന്റെ മാരുദാഠ്യം. എന്തിനെ കുറിച്ചുള്ള വർണ്ണനയാണിത്? കേരള വർണ്ണനയാണോ? മഹോദയപുര വർണ്ണനയാണോ? പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ വർണ്ണനയാണോ? മറ്റം പ്രദേശ വർണ്ണനയാണോ എന്നൊക്കെയാണ് ചോദ്യം. സംശയമൊന്നും വേണ്ട, ഇത് കേരള വർണ്ണനയാണ് കേട്ടോ. ഇത് കേരള വർണ്ണനയാണ്. അടുത്ത വരികൾ. അമലജലപൂരിത ഹസ്തിനപുരത്തടുത്തമര നദി എന്റെ പോൽ ചൂർണിമേവിൻ്റെടം. ചൂർണി ഏതാ? പെരിയാർ, അല്ലെ? ചൂർണിമേവിൻ്റെടം ഏത് കൃതിയിലെ വരികളാണ്? ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്, അല്ലെ? ഇതും ഉണ്ണിയാടി ചരിതത്തിലെ വരികളാണ്. അമലജലപൂരിത ഹസ്തിനപുരത്തടുത്തമര നദി എന്റെ പോൽ ചൂർണിമേവിൻ്റെടം. ഇത് ഉണ്ണിയാടി ചരിതത്തിലെ വരികളാണ്. അപ്പൊ ഉണ്ണിയാടി ചരിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അനുബന്ധ വിവരങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു, അല്ലെ? ഉണ്ണിയാടി ചരിതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറുകര കുട്ടത്തിയെ കേരളവർമ്മ വിവാഹം കഴിക്കുന്നു. 12 വർഷവും കുട്ടികൾ ഉണ്ടാവാതിരുന്ന് കണ്ടിയൂർ കോവിലിൽ തപസ് അനുഷ്ഠിച്ചതിന്റെ വ്രതം അനുഷ്ഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആര് ജനിക്കുന്നത്?
ഉണ്ണിയാടി ജനിക്കുന്നത്. അപ്സരസായിരുന്ന പ്രാവൃടിന്റെ അവതാരമായിട്ടാണ് ഉണ്ണിയാടി ജനിക്കുന്നത് എന്ന് കവി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കൃതിക്കകത്ത്. പിന്നെയോ പ്രാവൃട് അപ്സരസായിരുന്ന സമയത്ത് അവളുടെ ജലക്രീഡയിൽ മോഹിച്ച ചന്ദ്രൻ അവളുമായി രമിക്കുന്നു അല്ലെ. അവളുടെ ജലക്രീഡ കണ്ട ചന്ദ്രൻ അവളുമായി രമിക്കുകയും ഇതറിഞ്ഞ ചന്ദ്രന്റെ പത്നി അവളെ ശപിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പ്രാവൃട് മനുഷ്യ സ്ത്രീയായിട്ട് ഉണ്ണിയാടിയായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത്. അത്ര സുന്ദരിയായിരുന്നു ഉണ്ണിയാടി. അതിനുശേഷം ഒരു ശരൽക്കാലത്തിൽ ഒരു ഉണ്ണിയാടിയെ കുറിച്ചുള്ളൊരു ഗാനം ചന്ദ്രൻ കേൾക്കാനിടയാവുന്നു. തന്റെ സേവകനായിട്ടുള്ള സുവാകനെ ചന്ദ്രൻ ഭൂമിയിലേക്ക് അയക്കുന്നു. അപ്പോൾ സുവാകൻ ഇവിടെ വന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നതൊക്കെയാണ് വാസ്തവത്തിൽ ഉണ്ണിയാടി ചരിതത്തിലെ പ്രമേയം. സുവാകനാണ് ഇതിലെ വക്താവ് അല്ലെ. സുവാകനാണ് ഉണ്ണിയാടി ചരിതത്തിലെ വക്താവ്. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂ, സുവാകൻ. പിന്നെ അതിനകത്തുള്ള മറ്റു കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാണ് ഇത് രചിച്ചത് എന്നുള്ളതാണ് അല്ലെ. 14-ാം ശതകത്തിൽ ഓടനാട് വാണിരുന്ന ഇരവി കേരളവർമ്മന്റെ സദസ്സിലെ ദാമോദര ചാക്യാരാണ് ഉണ്ണിയാടി ചരിതം നിർമ്മിച്ചിട്ടുള്ളത്. മറ്റു പ്രധാന വർണ്ണനകളും പരാമർശങ്ങളും നോക്കൂ. ശ്രീപർവ്വതം വലിയങ്ങാടിയെ കുറിച്ചുള്ള വർണ്ണനം, കാശ്, പൊന്ന്, തിരമം, അച്ച്, ചോഴിയക്കാശ്, വെള്ളിപ്പണം തുടങ്ങിയ നാണയങ്ങളെ കുറിച്ചുള്ള പരാമർശം, ഇവയൊക്കെയും ഉണ്ണിയാടി ചരിതത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെയോ കോഴിക്കോട്, കൊല്ലം, വയനാട്, മുതൂർ, കോട്ടൂർ, മാടായി തുടങ്ങിയ നഗരങ്ങളെ കുറിച്ചുള്ള പരാമർശവും ഉണ്ണിയാടി ചരിതത്തിലുണ്ട്. കോഴിക്കോടിനെ കുറിച്ചും കൊല്ലത്തെക്കുറിച്ചും വയനാട്, മുതുകോട്ടൂർ, മാടായി തുടങ്ങിയ പ്രദേശങ്ങളെ കുറിച്ചും നഗരങ്ങളെ കുറിച്ചും ഒക്കെയുള്ള വർണ്ണനകൾ എവിടെയുണ്ട്? ഉണ്ണിയാടി ചരിതത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ചില്ലേ, അമലജല പൂരിത ഹസ്തിനപുരത്തടു തമര നദി എന്റെ പോൽ ചൂർണിമേലിൻകടം, അത് മഹോദയപുര വർണ്ണനയാണ്. ഉണ്ണിയാടി ചരിതത്തിലെ മഹോദയപുര വർണ്ണനയാണ്. പുതുശ്ശേരി രാമചന്ദ്രൻ പറയുന്നു, എന്തു പറയുന്നു? ഓടനാടിന്റെ ചരിത്രേതിഹാസമാണ് ദാമോദര ചാക്യാർ ശിഷ്യയെ പുരസ്കരിച്ചെഴുതിയ ഉണ്ണിയാടി ചരിതം. ഓടനാടിന്റെ ചരിത്രേതിഹാസമാണ് ദാമോദര ചാക്യാർ ശിഷ്യയെ പുരസ്കരിച്ചെഴുതിയ ഉണ്ണിയാടി ചരിതം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ആര്? പുതുശ്ശേരി രാമചന്ദ്രൻ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പ്രാചീന ചമ്പുക്കളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ആവർത്തന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് പരിചയപ്പെട്ടത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. കേരളത്തിലെ ക്ലാസ് മുറികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതെ, HSI നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു. അധ്യാപകരാകാൻ ഇറങ്ങി തിരിച്ചവരല്ലേ നിങ്ങൾ? എങ്കിൽ ഭയക്കണ്ട, ഇത്തവണ നിങ്ങൾ സ്വപ്ന ജോലിയിൽ എത്തിയിരിക്കും. അവസരങ്ങൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. അവസരോചിതമായ ഇടപെടലാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം. തീർച്ചയായും പോയ വർഷങ്ങളിൽ കൈവന്ന അവസരങ്ങൾ മുതലാക്കി എൻട്രിയിലൂടെ അധ്യാപകരായത് 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ്. ചിട്ടയായ പരിശീലനം, റിസർച്ച് ഓറിയന്റഡ് ക്ലാസുകൾ, മാറ്റമറിഞ്ഞ് തയ്യാറാക്കിയ മാതൃകാ പരീക്ഷകൾ, സ്റ്റഡി നോട്ട്സ്, അങ്ങനെ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്തിക്കാൻ വേണ്ടതെല്ലാം എൻട്രിയിലുണ്ട്. അപ്പോൾ എങ്ങനാ, പഠിച്ചു കയറുമല്ലേ സ്കൂളുകളിലേക്ക്? ഇപ്പോൾ തന്നെ എൻട്രിയുടെ HSI ടീമിനൊപ്പം ജോയിൻ ചെയ്യും. റാങ്കുകളെടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്.